സഖാക്കളെ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഈ കഴിഞ്ഞ ദിവസം സഖാവ് പിണറായി വിജയനെ അപമാനിക്കുന്ന തരത്തിൽ ഒരു പരാമർശം. അപ്പൊ ഈ ഡാഷ് മോൻ രേവന്ത് റെഡ്ഡി ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും അയാളുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്തായിരുന്നുവെന്നും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ ചാനലിലെ അരുൺ കുമാർ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആരായിരുന്നു രേവന്ത് റെഡ്ഡി? രേവന്ത് റെഡ്ഡി ABVP പ്രവർത്തകനായിരുന്നു. രേവന്ത് റെഡ്ഡി അടിസ്ഥാനമായി സംഘബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. RSSലായിരുന്നു, ABVPയിലായിരുന്നു. ആ രേവന്ത് റെഡ്ഡി അവിടെ നിന്ന് മാറിയത് നേരെ കോൺഗ്രസിലേക്കല്ല. ABVPയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറി അദ്ദേഹം നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? തെലങ്കാന രാഷ്ട്ര സമിതിയിൽ. ഒരു വർഷം തെലങ്കാന രാഷ്ട്ര സമിതിയിൽ നിന്നു TRS. അപ്പൊ രണ്ടാമത്തെ പാർട്ടി മാറി. ആദ്യം സംഘപരിവാർ, RSS, ABVP, അതിനുശേഷം തെലങ്കാന രാഷ്ട്ര സമിതി. ഒരു വർഷം കഴിഞ്ഞ് സ്വതന്ത്രനായി മത്സരിച്ചു. മൂന്നാമത്തെ രാഷ്ട്രീയ വേഷം. നാലാമത് അദ്ദേഹം അവിടെ നിന്നില്ല. എങ്ങോട്ട് പോയി? TDPയിലേക്ക് പോയി. തെലുങ്ക് ദേശം പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവായി ഈ രേവന്ത് റെഡ്ഡി. അപ്പൊ എത്ര മാറി സ്മൃതി? നാലാമത്തെ പാർട്ടി മാറി. ആദ്യം RSS, ABVP, അതിനുശേഷം തെലങ്കാന രാഷ്ട്ര സമിതി, പിന്നീട് സ്വതന്ത്രൻ, പിന്നീടാണ് തെലുങ്ക് ദേശം പാർട്ടിയിൽ TDPയിൽ. അവിടെയും നിന്നില്ല. 2017 ആയപ്പോൾ അവിടെ നിന്നും ചാടി എങ്ങോട്ട് വന്നു? കോൺഗ്രസിലേക്ക് വന്നു. ഇങ്ങനെ പാർട്ടികൾ മാറി മാറി ചാടി കയറി ഒടുവിൽ ഇവിടെ മുഖ്യമന്ത്രിയായി തീരുമ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വിളിക്കുന്നത് എന്റെ ജ്യേഷ്ഠന സഹോദരനാണ് എന്ന മട്ടിൽ കാണുകയും കേരളത്തിൽ വന്ന് നരേന്ദ്രമോദിക്കെതിരെ പടപൊരുതുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കാണുമ്പോൾ അവിടെ നീ പോ മോനെ വിജയ എന്ന് ലെറ്റർ പാഡിൽ എഴുതുകയും ചെയ്ത രേവന്ത് റെഡ്ഡിയെ കുറിച്ചാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഡാഷ് മോനെ മറുപടി വരുന്നുണ്ടെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ സഖാക്കളെ, ഈ രേവന്ത് റെഡ്ഡി ആരായിരുന്നു? സ്വന്തം വ്യക്തിഗത താല്പര്യങ്ങൾക്ക് വേണ്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കൂറുമാറിയവൻ. ഇവനെ പോലുള്ളവർക്ക് കേരളത്തിൽ വന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രിനെ കുറിച്ച് പറയാൻ എന്ത് അവകാശമാണുള്ളത്?